ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കുറുമയാണ്. അതിന് ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും സവാള അരിഞ്ഞ് വെച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖത്തിനായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഞാൻ ബഡാ ബസാറിൽ പോയപ്പോൾ വാങ്ങിയ ചട്ടുകമാണിത്. അത് കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറുമ ആയതുകൊണ്ട് തന്നെ മറ്റു പൊടികളൊന്നും വല്ലാതെ ചേർത്ത് കൊടുക്കൂലല്ലോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയും ഒഴിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഇളക്കി അതിലേക്ക് വേവുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയതും ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് വറുത്തരച്ച കറിയൊക്കെയാണ് ഇഷ്ടം. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും. എരിവൊന്നും കൂടുതൽ ഇടാൻ ഇവിടെ പറ്റൂല. എന്തൊക്കെയാ പിന്നെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും എൻ്റെ മരുമോളും കൂടിയാണ് ഇത് കുക്ക് ചെയ്യണത്. എൻ്റെ ചെറിയ മരുമോള്. ഞാൻ അരച്ച് വെച്ച അരപ്പ്, കശുവണ്ടി പരിപ്പും തേങ്ങയും അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അത് വാങ്ങി വെക്കാം. അതിലേക്ക് ആവശ്യമായ വെള്ളം അതൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറൊന്ന് ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബഡാ ബസാറിലെ ചട്ടുകം നിങ്ങൾക്കിഷ്ടമായോ? എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ. വീണ്ടും ഒരു വീഡിയോയുമായി.